നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പല തീരുമാനങ്ങളും ലോകരാജ്യങ്ങൾക്ക് പലപ്പോഴും വെല്ലുവിളിയാകാറുണ്ട്. ട്രംപ് ചിലപ്പോൾ ചില തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന തീരുമാനങ്ങളായിരിക്കും. ഇപ്പോൾ അത്തരത്തിലൊരു പ്രസ്താവനയാണ് ശ്രദ്ധയാകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. യുഎസിന്റെ 51ാമത് സംസ്ഥാനമാകാൻ കാനഡയ്ക്ക് മുൻപാകെ ഒരു കൂറ്റൻ ഓഫർ വെച്ചിരിക്കുകയാണ് ട്രംപ്. യുഎസ് പുതുതായി നിർമ്മിക്കുന്ന ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം സൗജന്യമായി നൽകാം എന്നതാണ് വാഗ്ദാനം. യുഎസിന്റെ ഭാഗമായില്ല എങ്കിൽ ഗോൾഡൻ ഡോം സ്വന്തമാക്കാൻ കാനഡ $61 ബില്യൺ നൽകണമെന്നും ട്രംപ് പറഞ്ഞു. ഞാൻ കാനഡയോട് പറഞ്ഞിട്ടുണ്ട്, യുഎസിന്റെ ഭാഗമായില്ലെങ്കിൽ ഗോൾഡൻ ഡോമിന് $61 ബില്യൺ നൽകണമെന്ന്. പക്ഷേ യുഎസിന്റെ ഭാഗമായാൽ $1 പോലും നൽകേണ്ട, സൗജന്യമാണ്. അവർ ഈ ഓഫർ പരിഗണിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. നേരത്തെയും ട്രംപ് കാനഡയോട് യുഎസിന്റെ സംസ്ഥാനമാകാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കനേഡിയൻ സർക്കാർ ഈ ആവശ്യത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. നിലവിലെ ഈ പ്രസ്താവനയോട് കാനഡ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മിസൈൽ പ്രതിരോധ സംവിധാനമായ ഗോൾഡൻ ഡോം എത്രയും വേഗം പ്രാവർത്തികമാക്കാനാണ് ട്രംപിന്റെ നീക്കം. യുഎസ് സ്പേസ് ഫോഴ്സ് ജനറൽ മൈക്കൽ ഗുഡ്ലൈനിനെ ദൗത്യത്തിന്റെ തലവനായി ട്രംപ് നിയമിച്ചിരുന്നു. റഷ്യ, ചൈന എന്നിവരുടെ ഭീഷണികൾ ഇല്ലാതെയാക്കാനും അമേരിക്കൻ മാതൃഭൂമിയെ സംരക്ഷിക്കാനുമാണ് ഈ നീക്കമെന്നായിരുന്നു ട്രംപിന്റെ വിശദീകരണം. മിസൈലുകൾ കണ്ടെത്തി പ്രതിരോധിക്കാനാണ് ഗോൾഡൻ ഡോം പ്രതിരോധ സംവിധാനം. ഇസ്രായേലിന്റെ അയൺ ഡോം ആണ് മാതൃക. സർവൈലൻസ് സാറ്റലൈറ്റുകൾ, ഇന്റർസെപ്റ്റർ സാറ്റലൈറ്റുകൾ എന്നിവ ഉപയോഗിച്ച് കൂടിയാണ് ഈ പ്രതിരോധ സംവിധാനം പ്രാവർത്തികമാക്കാൻ യുഎസ് പദ്ധതിയിടുന്നത്. 100% വിജയമായിരിക്കും ഈ സംവിധാനം എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. $175 മില്യൺ പദ്ധതിയുടെ ചെലവ്. മാത്രമല്ല, പദ്ധതി പ്രാവർത്തികമാക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നാണ് കരുതുന്നത്. നിലവിൽ ജനുവരി 2029 മുൻപാകെ പദ്ധതി നടപ്പിലാക്കാമെന്നാണ് കരുതുന്നത്. എന്നാൽ കമ്പനികളെ എങ്ങനെ തിരഞ്ഞെടുക്കുമെന്നത് സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും പെന്റഗൺ പദ്ധതിക്കായുള്ള മിസൈലുകൾ, സെൻസറുകൾ, സാറ്റലൈറ്റുകൾ എന്നിവയെല്ലാം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു.